നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ടെലിവിഷൻ ശുശ്രൂഷകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ ദിവസം യേശുവിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറഞ്ഞ് അവിടുത്തെ വചനത്തിന്റെ അഗ്നി നമ്മുടെ ചിന്തകളിൽ കത്തിപ്പടർന്ന് എല്ലാ വ്യർത്ഥ ചിന്തകളും നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി നമുക്ക് ഈ ദിവസം ആഗ്രഹിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഓ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളുടെ ചിന്തകളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള എല്ലാ അശുദ്ധികളെയും തിന്മയുടെ ശക്തികളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. സ്വർഗീയ പിതാവേ, എല്ലാ വ്യർത്ഥ ചിന്തകളും ഞങ്ങളിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റി പരിശുദ്ധ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. സെന്റ് പോൾ വളരെ കർശനമായിട്ടുള്ള ഭാഷയിൽ നമ്മളോട് പറയുകയാണ്, വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ നിങ്ങൾ ഇനി ജീവിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവന്റെ ചിന്തകളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലേക്ക് അവൻ വീണുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവനിലുള്ള വ്യർത്ഥ ചിന്തകളാണ്. ഈ വ്യർത്ഥമായിട്ടുള്ള ചിന്തകളിൽ ഒരു വ്യക്തി അടിപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ മേൽ പാപവും അശുദ്ധിക്ക് മേൽ അശുദ്ധിയും കടന്നു വന്ന് അവൻ പലതരത്തിൽ തകർക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ഈശോ ആദ്യമായിട്ട് പറയുന്ന പാപം ദുശ്ചിന്ത എന്ന പാപമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പ്രകാരം പറയുകയാണ്: എന്തെന്നാൽ ഒരുവന്റെ ഉള്ളിൽ നിന്നാണ്, അവന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, മോഷണം, ദൂഷണം തുടങ്ങി ഒരു വലിയ പാപത്തിന്റെ നീണ്ട പട്ടിക ഈശോ അവതരിപ്പിക്കുന്നത്. അതിൽ 1-ാമത്തെ പാപം ഈശോ പറയുന്നത് ദുശ്ചിന്ത എന്ന പാപമാണ്. വ്യർത്ഥമായിട്ടുള്ള ചിന്ത, അശുദ്ധമായിട്ടുള്ള ചിന്ത, പാപകരമായിട്ടുള്ള ചിന്ത ഒരു വ്യക്തിയിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് അവൻ പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളിലേക്ക് പെട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഹവ്വായുടെ ജീവിതത്തിൽ അവൾ പാപത്തിന്റെ കുഴിയിലേക്ക് വീണുപോയതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അവളുടെ ഉള്ളിൽ ദുശ്ചിന്ത നിറഞ്ഞപ്പോഴാണ്. ദൈവമായ കർത്താവ് അവളോട് പറഞ്ഞു, നീ ആ പഴം പറിച്ചു തിന്നരുത്, പറിച്ചു തിന്നാൽ നീ മരിക്കും. ദൈവം പറഞ്ഞു നീ മരിക്കും. ഒരു സത്യചിന്ത, വിശുദ്ധമായിട്ടുള്ള ചിന്ത അവളുടെ ശിരസിൽ, അവളുടെ മസ്തിഷ്കത്തിൽ, അവളുടെ ബുദ്ധിയിൽ, അവളുടെ ബോധത്തിൽ ദൈവമായ കർത്താവ് നൽകി. നീ തിന്നരുത്, നീ മരിക്കും. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ പിശാച്, സാത്താൻ, തിന്മ അവളിലേക്ക് ഒരു അശുദ്ധമായ ചിന്ത നൽകി. എന്തോന്നാ? ഇത് തിന്നാൽ നീ ജീവിക്കും, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പോ അവളുടെ ഉള്ളിലേക്ക് ഒരു ദുഷിച്ച ചിന്ത, ഒരു വ്യർത്ഥമായുള്ള ചിന്ത കടന്നു വന്നു. ഈ ഒരു ദുഷിച്ച ചിന്ത കടന്നു വന്നപ്പോ അവൾ പഴത്തെ നോക്കി, അത് ആസ്വാദ്യകരവും കൗതുകകരവുമാണ് നമ്മൾ കണ്ടു. അവളത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അങ്ങനെ പാപം ചെയ്തു. അവൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടു, പലായനം ചെയ്യപ്പെടേണ്ടതായിട്ട് വന്നു. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ദുഷിച്ച ചിന്ത ഒരു വ്യക്തി നൽകുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെയും നമ്മൾ പലതരത്തിൽ തകർക്കപ്പെടും, പല പാപത്തിന്റെ കുഴികളിലേക്ക് വീണുപോകും. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. തുടർന്ന് വീണ്ടും പറയുകയാണ്, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച് അവർ
ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. 18-ാമത്തെ വാക്യം അതാണ്. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ. ശ്രദ്ധിച്ചേ, ഹൃദയകാഠിന്യം. ഇങ്ങനെ ഒരു വ്യർത്ഥ ചിന്ത ഒരു വ്യക്തിയുടെ തലയിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, അവളുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, ഈ വ്യർത്ഥ ചിന്തയിൽ നിന്നുണ്ടാകുന്ന അടുത്തൊരു കാര്യമാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം. ഫറവോയുടെ ഹൃദയം കഠിനമായി. ഇസ്രായേൽ ജനത്തെ ഫറവോ വിട്ടയച്ചില്ല. കാരണം അവന്റെ ഹൃദയം അങ്ങോട്ട് കഠിനമായിട്ട് മാറി. കാരണം ഒരു വ്യർത്ഥ ചിന്തയുണ്ടായിരുന്നു, ഒരു തെറ്റായ ചിന്തയുണ്ടായിരുന്നു. ഈ ജനത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യർത്ഥ ചിന്തയിൽ നിന്നുണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യത്തിലൂടെ സംഭവിക്കുന്ന കാര്യം അവർക്ക് അജ്ഞതയാണ്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവര് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയകാഠിന്യം കടന്നു വരുമ്പോ അതിനുശേഷം ഉണ്ടാകുന്നത് അജ്ഞതയാണ്. ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യത്തിന് ശേഷം അജ്ഞത. അജ്ഞതയ്ക്ക് ശേഷം ബുദ്ധിയിൽ അന്ധകാരം. അതാണ് അജ്ഞത. ബുദ്ധിയിൽ അന്ധകാരം വരുമ്പോ ദൈവത്തിന്റെ ജീവനിൽ അകറ്റപ്പെടുന്നു. അപ്പൊ പൗലോസ്ലീഹ ഈ പാപത്തിന്റെ ചില വഴികളെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു തരിക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു സൺഡേ സ്കൂളിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അബോർഷനെ കുറിച്ച് ആ മക്കളോട് ചോദിച്ച അതിൽ പല കുട്ടികൾ എന്നോട് പറഞ്ഞാച്ചാ അതെങ്ങനെ പാപമാകുന്നത്. കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത അത് പാപമല്ല. ഒരുപക്ഷെ അവർ കണ്ടിട്ടുള്ള ആ സിനിമകളിലൂടെയോ മറ്റ് പോസ്റ്ററുകളിലൂടെയോ ചില പാഠ്യ വിഷയങ്ങളിലൂടെയോ അവർക്കുള്ളിൽ ഒരു തെറ്റായ ചിന്തയുണ്ട്, അത് പാപമല്ല. ഏറ്റവും മാരകമായിട്ടുള്ള പാപം പാപമല്ല എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. അതാണ് ഹൃദയകാഠിന്യം. അജ്ഞത. ബുദ്ധിയിൽ അജ്ഞതയാണ്. ബുദ്ധിയിൽ അജ്ഞത അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിഞ്ഞപ്പോ എന്നാ സംഭവിക്കും? അതാണ് 19-ാമത്തെ വാക്യം. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. ഇങ്ങനെ ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച് ദൈവിക ജീവനിൽ നിന്നൊരു വ്യക്തി അകറ്റപ്പെടുമ്പോ അവളുടെ പ്രത്യേകത, അവരെ തന്നെ ഭോഗാസക്തിക്ക് അങ്ങോട്ട് അർപ്പിക്കും. ജഡിക പാപത്തിലേക്ക് അങ്ങോട്ട് വീണുപോകും. 6-ാം പ്രമാണത്തിനെതിരായ പാപം ഗൗരവമായിട്ട് അങ്ങോട്ടുണ്ടാകും. ഞാൻ അനേകം യുവതിവാക്കന്മാരുടെ ഇടയിൽ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു യുവാവിനെ പരിചയപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ അവന് ഒരു +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവന് ബ്ലൂ ഫിലിമിന് അങ്ങോട്ട് അടിമപ്പെട്ടു. അവന് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ല. ധ്യാനകേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയാം, അച്ഛാ, പരിശുദ്ധ മാതാവിന്റെ രൂപത്തിൽ പോലും നോക്കാൻ പറ്റാത്ത തരത്തിൽ അവന്റെ ഹൃദയത്തിൽ അജ്ഞതയാണ്. ഹൃദയത്തിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവൻ ഭോഗാസക്തിക്ക് അവനെ തന്നെ സമർപ്പിച്ചു. ആരെ കണ്ടാലും പാപം ചെയ്യണമെന്ന ചിന്ത അവന്റെ ഉള്ളിലുള്ളൂ. അവനെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ചു. ആവേശത്തോടെ പാപത്തിൽ മുഴുകുക. പാപത്തിൽ മുഴുകുമ്പോ ആവേശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അടിസ്ഥാനപരമായ കാരണമാണ് സെന്റ് പോൾ പഠിപ്പിക്കുന്നത് വ്യർത്ഥ ചിന്ത. ഈ വ്യർത്ഥ ചിന്ത അങ്ങോട്ട് കടന്നു വരുമ്പോ അജ്ഞതയുണ്ടാകുന്നു. അതുപോലെ തന്നെ ഹൃദയകാഠിന്യം, ദൈവത്തിന്റെ ജീവൻ അകറ്റപ്പെടുന്നു. തുടർന്ന് തങ്ങളെ തന്നെ പൂർണ്ണമായും അശുദ്ധിക്കും പാപത്തിനും പ്രത്യേകിച്ച് ഭോഗാസക്തിക്ക് അവർ സമർപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞിനെ പരിചയപ്പെട്ടു. അവൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പൊ അവള് ഒരു അശുദ്ധമായ പ്രേമബന്ധത്തിലേക്ക് പെട്ട് ആ പയ്യനുമായി പല പ്രാവശ്യം പാപത്തിൽ മുഴുകിയ ഒരു പെൺകുട്ടിയാണ്. പ്രിയപ്പെട്ട, അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുമ്പോഴാ ഈ ബൈബിൾ വാക്യം, വ്യർത്ഥ ചിന്ത അവൾക്ക് കിട്ടി. ഇതിങ്ങനെ ചെയ്യുന്ന പാപമൊന്നുമല്ല, പ്രേമിക്കുന്ന പാപമല്ല. ചില കൂട്ടുകാരികൾ പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമല്ല. അവൾ നോക്കുമ്പോൾ അവളുടെ ചില കൂട്ടുകാരികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവൾക്ക് വ്യർത്ഥ ചിന്തയുണ്ടായി, അവൾക്ക് അജ്ഞത ബാധിച്ചു, അവളുടെ ഹൃദയം അങ്ങോട്ട് കട്ടിയായിട്ട് മാറി, അവൾക്ക് ദൈവിക ജീവൻ അവൾ അകറ്റപ്പെട്ടു. തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി അവൾ പാപത്തിലേക്ക് വീണു. അവളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ച് ആവേശത്തോടെ പാപത്തിൽ അവൾ മുഴുകി കഴിയുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ആവേശത്തോടെ പാപത്തിൽ മുഴുകുന്ന ധാരാളം വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. എന്റെ ഉള്ളിലുള്ള ഈ വ്യർത്ഥ ചിന്തയിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകണമേ. എനിക്ക് എപ്പോഴും വ്യർത്ഥ ചിന്തയാണ്, ദുഷിച്ച ചിന്തയാണ്, അശുദ്ധ ചിന്തയാണ്. പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും സെന്റ് പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പക്ഷേ ഇതല്ല നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ.
വീണ്ടും പറയാ, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. ഒരു പഴയ മനുഷ്യനാണത്. ഈ വ്യർത്ഥമായ ചിന്ത കൊണ്ട് നമ്മൾ മുഴുകി അജ്ഞത ബാധിച്ച് ഹൃദയകാഠിന്യം ബാധിച്ച് ദൈവിക ജീവൻ അകറ്റപ്പെട്ട് കഴിയുമ്പോ, ആസക്തികളിൽ നമ്മൾ മുഴുകിക്കഴിയുമ്പോ ഒരു പഴയ മനുഷ്യൻ, പാപത്തിന്റെ പഴയ മനുഷ്യനായിട്ട് ഞാൻ മാറി, അശുദ്ധിയുടെ വ്യക്തിയായിട്ട് മാറി. എന്റെ വ്യക്തിത്വത്തിൽ ദൈവത്തിന്റെ ജീവനില്ല, പിശാചിന്റെ ജീവനാണ്, അശുദ്ധിയുടെ ജീവനാണ്. അങ്ങനെ ദൈവിക ജീവനിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെന്റ് പോൾ പറയുക, നീ ആ പഴയ മനുഷ്യനെ നീ ദൂരെ എറിയണം, പഴയ മനുഷ്യനെ നീ വലിച്ചെറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ മനുഷ്യനെ ദൂരെ എറിയാൻ പുതിയ മനുഷ്യനായ യേശുക്രിസ്തുവിനെ ധരിക്കാനുള്ള ഒരു വലിയ ആവേശം, ഒരു വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനായി നമ്മുടെ ചിന്തകളെ നമ്മൾ കർത്താവിന് സമർപ്പിക്കാം, നമ്മുടെ ഭാവനകളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ഉള്ളിലുള്ള വ്യർത്ഥ ചിന്തകൾ വിട്ടുപോകാൻ വേണ്ടി യേശുവിന്റെ രക്തത്തിലേക്ക് നമ്മുടെ ചിന്തകളെ സമർപ്പിക്കാം. ഒരു വ്യർത്ഥ ചിന്തയുണ്ടാകുമ്പോൾ അതിൽ മുഴുകാതെ വിശുദ്ധ ചിന്തകൾ കൊണ്ട് നിറയപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധമായ ബൈബിൾ ആവർത്തിച്ച് വായിക്കാം. പാപകരമായ അവസ്ഥകളെ വെറുത്തുപേക്ഷിക്കാൻ ദൈവത്തിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിക്കണം. 119 സങ്കീർത്തനം 11 വാക്യം, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് നിറയാൻ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ വ്യർത്ഥ ചിന്തകൾ മാറി നല്ല ചിന്തകൾ ഉണ്ടാകും, വിശുദ്ധ ചിന്തകൾ ഉണ്ടാകും, യേശുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകും. ഭോഗാസക്തിക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കണം. വേണ്ട, എനിക്ക് അശുദ്ധിയുടെ നിമിഷ സുഖങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധമായ സുഖങ്ങളും സന്തോഷങ്ങളും മതി. ത്യാഗമുണ്ടതിന്. ഒരുപക്ഷെ ചില ചാനലുകൾ കട്ടുകണ്ടായിട്ട് വരും, ചിലപ്പോ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും, നമ്മുടെ കണ്ണുകൾ കർശനമായി നിയന്ത്രിക്കേണ്ടതായിട്ട് വരും, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിച്ച് എളുപ്പപ്പെട്ടതായിട്ട് വരും. ചെയ്യണം, അല്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകും. വ്യർത്ഥ ചിന്തയിൽ കഴിഞ്ഞ് ആവേശത്തോടെ പാപത്തിൽ മുഴുകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കുടികൊള്ളുന്ന തിന്മയുടെ ശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എളിമയോടും വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ കർത്താവിന്റെ ഒരു അത്ഭുതകരമായ കരത്തിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ വർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിടുതൽ നിന്റെ അവകാശമാണ്, ഒരു അഭിഷേകം നിന്റെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസം ആത്മാർത്ഥമായിട്ട് നീ പ്രാർത്ഥിക്കുക. കർത്താവിനോട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ വ്യർത്ഥ ചിന്തയിൽ മുഴുകി നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും നമ്മൾ അശുദ്ധിയിലേക്ക് അടിമ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ മനുഷ്യന്, യേശുക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ആ പഴയ മനുഷ്യൻ നമുക്ക് ദൂരെ എറിയാം. പഴയ മനുഷ്യനെ ദൂരെ എറിയണം. പഴയ മനുഷ്യനെ ദൂരെ എറിയുമ്പോൾ വേദനയുണ്ടാകും, വിഷമമുണ്ടാകും. പക്ഷേ ദൂരെ എറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും പാപത്തിന്റെ കെണികളിലേക്ക് വീണുപോകും. ഈ സമയത്ത് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വ്യർത്ഥ ചിന്ത നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളിമയോടുകൂടി കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവൻ തന്റെ ചങ്കിലെ ചുടുചോര ചിന്തിയത് നമുക്ക് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ്. പഴയ നിയമത്തിൽ ഹവ്വായോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും. യേശുക്രിസ്തു തലയെ തകർക്കാൻ വന്നവനാണ്. വ്യർത്ഥ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളുടെ വ്യർത്ഥ ചിന്ത തകർക്കാൻ വേണ്ടി വിശുദ്ധ ചിന്തകൾ നൽകാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കടന്നു വന്നത്. ആ യേശുക്രിസ്തു കടന്നു വന്ന് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വ്യർത്ഥ ചിന്തകളെയും അശുദ്ധ ചിന്തകളെയും അജ്ഞതയെല്ലാം മാറ്റി ഒരു പുതിയ അഭിഷേകം നൽകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഈ സമയത്ത് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. വലിയ വിശ്വാസത്തോടെ യേശുവിന്റെ കാൽവരിയിലെ കുരിശിലെ രക്തം നമ്മുടെ ചിന്തകളിലേക്ക് നിറയപ്പെടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാവനകളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ വ്യർത്ഥമായിട്ടുള്ള ചിന്താ മേഖലകളിലും യേശുവിന്റെ അത്ഭുതകരമായ രക്തം നിറയപ്പെടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്റെ ചിന്തകളെ കഴുകണമേ. കുരിശിലെ രക്തം കൊണ്ട് എന്റെ വ്യർത്ഥ ചിന്തകളെല്ലാം കഴുകി വിശുദ്ധ ചിന്തകൾ നൽകണമേ. പാപം ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്ന ആ ഒരു അന്ധകാര ശക്തിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകണമേ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.